ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐലൈനർ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ ചെയ്ത വീഡിയോസിൽ എനിക്ക് ഫസ്റ്റ് വന്ന സജഷനായിരുന്നു ചേച്ചി ഐലൈനർ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അത് ഒരു മാനസി അച്ചൂട്ടി തോന്നുന്നു, മാനസി പേര്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മാനസി ഫോർ യുവർ ലവ്ലി സപ്പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് 1-2 പേര് സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐലൈനർ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് എന്തായാലും ഐലൈനർ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഐലൈനർ ഇടുമ്പോൾ ഞാനിങ്ങനെ വാലിട്ടൊന്നും കണ്ണെഴുതാറില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യലുണ്ടോ വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യം പോകുമ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമല്ല വലിയ വാലിട്ട് കണ്ണെഴുതുന്നത്. അപ്പോൾ അതിനിടയിൽ വേറൊരു കമൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി വാലിട്ട് കണ്ണെഴുതിയാൽ ഭംഗി ഉണ്ടാവുന്നു. അങ്ങനെ കുറച്ച് നല്ല സ്നേഹത്തോടെയുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. ഓക്കെ. എന്തായാലും ഐലൈനർ ഞാൻ മുന്നേക്ക് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനറും പിന്നെ സാധാരണ നമ്മുടെ കാജലാണ്. ഞാൻ താഴെ ഐലൈനർ യൂസ് ചെയ്യാറില്ല പൊതുവേ. താഴെ കണ്ണിന് ഞാൻ കാജലാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുണ്ടായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഐലൈനർ. ഇത് NYBയുടെ ട്രൂലി മാറ്റാണ്. ഓക്കെ. ഇത് അടിപൊളി ഐലൈനറാണ്, വാട്ടർ പ്രൂഫാണ്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞു മൊത്തം ഞാൻ. പക്ഷേ എന്നാലും എടുക്കാനുണ്ടാവും ഇതിൽ. കഴിഞ്ഞു. പക്ഷേ ഇത് ഞാൻ എന്നാലും അത്യാവശ്യം ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പുതിയ മില ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഐലൈനർ, ഇതും വാട്ടർ പ്രൂഫാണ്. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ, മിലയുടെ ആണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഈ NYBയുടെ വെച്ച് നോക്കുമ്പോൾ ഇതത്ര വലിയ പോരാ. പക്ഷേ കൊള്ളാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് പറയാനുള്ളത്, ഞാനൊരു കാജൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് ഞാൻ ഇന്ന് ഇത് പാക്ക് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയതേ ഉള്ളൂ. അത് റെനിയുടെ മിഡ് നൈറ്റിൻ്റെ ഇതാണ് കേട്ടോ. ക്യാമറ തിരിച്ചടിച്ചോണ്ടെന്നറിയില്ല, ഇങ്ങോട്ട് വായിക്കണം. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. റെനിയുടെ മിഡ് നൈറ്റിൻ്റെ ആണ് ഇത്. അടിപൊളി കാജലാട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ കൂടുതൽ കണ്ടത്. അപ്പോൾ മിഡ് നൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് കാജലാണ് കേട്ടോ, റെനിയുടെ ഗോൾഡ് പെൻസിൽ. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒരു ഷാർപ്നറും കൂടിയുണ്ട്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇത് ഇന്നലെ കിട്ടി. അപ്പോൾ എന്തായാലും ഇന്ന് ഐലൈനർ ട്യൂട്ടോറിയൽ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐലൈനർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് കാജലായാലും ഐലൈനർ ആയാലും, പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പെട്ടെന്ന് സ്മഡ്ജ് ആവുന്നു ഐലൈനർ യൂസ് ചെയ്യുമ്പോഴായാലും കാജൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഇത് സ്മഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. അത് ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യും. ഇതിലൂടെ പറഞ്ഞാൽ കുറേ ലാഗാവും. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം കുറച്ച് എമൗണ്ട് മാത്രം ഐലൈനർ മുക്കിയെടുക്കുക. എന്നിട്ട് എക്സസ് ആയ ഐലൈനർ അതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്യാം. അപ്പോൾ കുഞ്ഞു കണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് വരച്ചു കൊടുത്താൽ, ഒരു 3 ലെയറൊക്കെ കോട്ട് ചെയ്ത് നല്ല ഡാർക്കൻ ചെയ്ത് വരച്ചു കൊടുത്താൽ ആ കുഞ്ഞു കണ്ണുകൾ വലിയ കണ്ണുകളായിട്ട് നല്ല ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് ഒരാൾ ഇഷ്ടമാണ്. ചിലർ ഡാർക്കൻ ചെയ്ത് വരക്കും, ചിലർ ലൈറ്റായിട്ട് വരക്കും, ചിലർ താഴെ കാജൽ അപ്ലൈ ചെയ്യും, ചിലർ മുകളിൽ കാജൽ അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാർ പല തരത്തിലാണ് കണ്ണെഴുതുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെയാണ്, നിങ്ങൾ ഫേവർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അതുപോലെ ചെയ്യാം. ഓക്കെ. എന്താണെന്നറിയില്ല ഗൈസ്, എപ്പോഴും വരയ്ക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എപ്പോഴും ഇങ്ങനെ നമ്മൾ ചടപടയെ കെട്ടി വേഗം വരച്ച് പോകുമ്പോൾ ഇത്ര വിറക്കാറില്ല. ഇതിപ്പോൾ എന്തെന്ന് അറിയില്ല, വീഡിയോ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പണി പാടുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ഇനി ഇതിന് ശേഷം നമ്മൾ കാജലാണ് എടുക്കുന്നത്. കാജലുണ്ട് നമ്മളടിയിൽ
ഞാൻ താഴെ ഐലൈനർ യൂസ് ചെയ്യാറില്ല. ഇത്ര മാത്രമാണ് കേട്ടോ. നമ്മളിനി അധികം ഇവിടെ എന്തെങ്കിലും ഐലൈനർ കൺപീലിക്ക് എന്തെങ്കിലും ഐലൈനേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഒന്ന് കുറച്ച് ചിലപ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ നല്ല അതായത് ഇത് വരച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് കട്ടി കൂടിയിട്ട് ചിലപ്പോൾ ഇതിൽ വരക്കാം. എന്തെങ്കിലും ഒരു നിങ്ങൾ നോക്കുക, രണ്ടും ഒരേ ഷേപ്പാണോ, ഏതെങ്കിലും ഒന്ന് കട്ടി കൂടിയിട്ടുണ്ടോ, എന്തെങ്കിലും നോക്കിയിട്ട് അത് ലെവൽ ചെയ്യുക. അതുപോലെ തന്നെ ലെവൽ ചെയ്യുക. നല്ല ട്രഡീഷണൽ ലുക്കിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കണ്ണെഴുതിയാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ട്രഡീഷണൽ ലുക്കിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മസ്റ്റായിട്ടും എന്താ കണ്ണെഴുതി നോക്കാം. ഇങ്ങനെ വാലിട്ട് കണ്ണെഴുതിയാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൺമഷി ഇട്ട് ഐലൈനർ എഴുതി കണ്ണ് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ മസ്കാര യൂസ് ചെയ്യാറില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനോട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിതൊക്കെ ഒന്ന് ഇതാക്കി ഷാർപ്പൻ ചെയ്ത ശേഷം നമ്മളൊന്ന് കണ്ടിങ്ങനെ ഇടത്തി പിടിച്ച് നമുക്ക് കണ്ടോ രണ്ടും ഡിഫറൻസ് കണ്ടോ? മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം. മുടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ അത് അതിനും കൂടെ ആവും. പിന്നെ ഫുള്ളും തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും അറിയില്ല. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു എന്താ പറയുക, വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും അറിയില്ല, ഒരു പാടുന്ന പോലെയുണ്ട് കയ്യിൽ നിന്ന്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ആയിരിക്കില്ലേ? നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ഇത് കിട്ടില്ല. എന്തെങ്കിലും പാടുമോ എന്ന് വിചാരിച്ച് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ. എന്നാലും കുഴപ്പമില്ല, തോന്നുന്നു അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വലുതായിട്ടൊന്നും ഇത് ചെയ്യലില്ല. പക്ഷെ എന്നാലും ഐലൈനർ കൺമഷി ഞാൻ എവിടെയും പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ കൺമഷിയെങ്കിലും യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ ചോദിക്കും. ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ബിസി ലൈഫിൽ ഓട്ടപ്പാച്ചലിൻ്റെ തിരക്കിൽ കൺമഷി ഐലൈനറൊക്കെ ഇങ്ങനെ ട്യൂട്ടോറിയൽ കണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം ടൈം ആർക്കും ഇല്ലയെന്ന്. ശരിയാണ്. പക്ഷെ എന്നില്ലെങ്കിലും നമുക്ക് ഒരു സൺഡേ ഓർ സാറ്റർഡേ നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഒന്ന് മനസ്സ് തുറന്ന് നമുക്കൊന്ന് എന്താ എഴുതാം, കണ്ണെഴുതാം. ഇങ്ങനെയൊക്കെ ഇരുന്ന് കണ്ണെഴുതാൻ നോക്കാം. കുറേ പേര് കണ്ണെഴുതാത്തവരുണ്ടാവും. ഇതിനേക്കാൾ നന്നായിട്ട് കണ്ണെഴുതുന്നവരും ഉണ്ടാവും കേട്ടോ. ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ള രീതി എനിക്ക് ശരിക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും അതിലില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.